ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ വിഘടിച്ച് കിടക്കുന്ന 3 പ്രദേശങ്ങൾ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഒരുമിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം, 1920 നാഗ്പൂർ സമ്മേളനം, 1928 കൊച്ചിയിലെ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് സമ്മേളനം, പയ്യന്നൂർ സമ്മേളനം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തുടങ്ങി 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, 1945 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമിതി തുടങ്ങി വിവിധ സംഘടനകൾ ഇതേ ആവശ്യത്തിനായി പ്രവർത്തിച്ചു. എന്നാൽ ദിവാൻമാരും രാജാക്കന്മാരും ഇതിനെ പൂർണ്ണമായും എതിർത്തു. കൂട്ടത്തിൽ ശക്തനായ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ ഭരണഘടനയുമായി മുന്നിട്ടിറങ്ങി. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി പുന്നപ്ര വയലാർ സമരങ്ങൾ നടത്തി അതിനെ ദിവാൻ അടിച്ചമർത്തി. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നേരിൽ കണ്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു നിവേദനം സമർപ്പിച്ചു. 1948 ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ദർ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. എന്നാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ക്രമീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ദർ കമ്മീഷൻ നൽകിയത്. തുടർന്ന് തിരുവിതാംകൂറും കൊച്ചിയും ലയിപ്പിച്ച് തിരുക്കൊച്ചി എന്ന പുതിയ സംസ്ഥാനം നിലവിൽ വന്നു. എന്നാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃക്രമീകരിക്കണം എന്ന ആവശ്യം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഉയർന്നു. അതിനെ തുടർന്ന് ഫസൽ അലി കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ഈ റിപ്പോർട്ടിന്മേൽ 1956 സംസ്ഥാന പുനഃക്രമീകരണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. തുടർന്ന് നടന്ന ചില കൊടുക്കൽ വാങ്ങലുകളുടെയും വിട്ടുകൊടുക്കലുകളുടെയും ഫലമായി മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളായ തിരുക്കൊച്ചിയും മദ്രാസിന്റെ ഭാഗമായ മലബാറും തെക്കൻ കാനറ ജില്ലയായ കാസർഗോഡും ഒരുമിപ്പിച്ച് ഒരൊറ്റ സംസ്ഥാനമായി കേരളം. നമ്മുടെ കേരളം പിറവി കൊണ്ടിട്ട് ഇന്നേക്ക് നീണ്ട 68 വർഷങ്ങൾ. ഇന്ന് ഈ മണ്ണിൽ കാൽ ചവിട്ടി നിലയുറപ്പിച്ച് നിന്നതിൻ്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങളുടെ ചാനലിന് ഇങ്ങനെ ഒരു നാമകരണം. മലയാളം സയൻസ് 1956. ഞങ്ങളുടെ എല്ലാ മലയാള മനസ്സുകൾക്കും കേരള പിറവി ആശംസകൾ.